ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. വീക്ക്ലി ചെയ്യാറുള്ള കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആണ് കിച്ചൺ ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് അതിൽ കുറച്ച് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് വിനീഗറാണ് കേട്ടോ. വിനീഗറും പിന്നെ നമ്മൾ സോപ്പില്ലേ, സോപ്പിൻ്റെ ലിക്വിഡില്ലേ, അത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ ബേണേഴ്സിന് ചുറ്റുമുള്ള ഗ്രില്ലെല്ലാം കൂടിയിട്ട് അതിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാ ഒരു 10 മിനിറ്റ്. അതുപോലെ തന്നെ ഈ ബേണേഴ്സ് എല്ലാം ഞാൻ എടുത്തൊന്ന് കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിലേക്കെല്ലാം ഞാൻ കുറച്ച് ഇതെന്താ അറിയോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടാ. ഇത് സോപ്പും വിനീഗറും ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ വിനീഗറും കൂടിയിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ബോട്ടിലിട്ടിട്ട് അങ്ങനെ സ്പ്രേ ചെയ്തതാ. എന്നിട്ട് അതിങ്ങനെ ഗ്യാസിലേക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഇതൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണത്. ഇതിപ്പോൾ കണ്ട ഈ ഒരു ബ്രഷ് കണ്ടില്ലേ, ഇത് നമ്മുടെ ടൂത്ത് ബ്രഷ് ഒന്നല്ല കേട്ടോ. ഇത് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോയിലൊക്കെ മുമ്പ് കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ എല്ലാം ചെയ്യണത്. അപ്പോൾ ഇത് ഞാനങ്ങനെ ഏതോ ഒരു കടയിൽ, എനിക്ക് എവിടെ നിന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് എവിടെ നിന്നോ വാങ്ങിച്ചതാ. ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഒരു ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പോഴത്തെ കണ്ടില്ലേ, ഇതിപ്പോൾ രാവിലെ പാല് തിളപ്പിച്ചപ്പോൾ അത് വീണിട്ട് അതങ്ങനെ ആയതാ. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ബ്രഷ് ഇല്ലേ, ഈ ഒരു ബ്രഷ് നല്ല ഉപയോഗമാണ് കേട്ടോ. അതുകൊണ്ടിട്ട് നല്ല ഉപകാരമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ ആദ്യം തന്നെ ഈ സോപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ച് മാറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു മൈക്രോ ഫൈബറിന്റെ ഒരു ടവൽ വെച്ചിട്ട് ഇതിലിപ്പോ സാധാരണ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ ഇത്. ഇനി ഈ ടവൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ആ സോപ്പിന്റെ അതും എല്ലാം ഒന്ന് പോവാനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കല. അതിനുശേഷം ഞാൻ ആ സിങ്കിൽ കുറച്ച് സോപ്പ് വെള്ളത്തിൽ ഗ്രില്ലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കണോണ്ട് തന്നെ വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടൂട്ടാ. ഇന്നത്തെ എൻ്റെ ഈ ഗ്രില്ലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലത്ത് പാലെല്ലാം കച്ചിപ്പോൾ പാല് ചൂടാക്കിയപ്പോൾ അത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പോഞ്ചൊക്കെ കളയൂട്ടാ. ഇത് മുമ്പ് കിച്ചണിൽ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പം ഇങ്ങനെ ക്ലീനിങ്ങിന്റെ സമയത്ത് ഞാൻ അത് തന്നെ വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ഒഴിവാക്കല. ഇതത്ര വിലയുള്ള സ്പോഞ്ചൊന്നും അല്ല കേട്ടാ. ഇത് സാധാരണ ഇവിടെ ഡോളർ ഷോപ്പിലെല്ലാം കിട്ടണ ഒരു സ്പോഞ്ചാ. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഡിഷ് വാഷിംഗ് ലിക്വിഡ് നമ്മളിങ്ങനെ വെക്കണ ഒരു ഡിസ്പെൻസറാണ്. അപ്പോൾ അതും ആഴ്ച തോറും ഞാനിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കും. എന്നിട്ട് വീണ്ടും അടുത്ത ഒരാഴ്ചത്തേക്കുള്ള സോപ്പ് അതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കല. സോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കല. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഞാനിങ്ങനെ ടവൽസ് ഒക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാട്ടാ. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് കുറച്ച് ഇതിനകത്തേക്ക് ഇനിയിപ്പം നമ്മുടെ വിനീഗർ ഇല്ലേ, അത് കുറച്ച് ഒഴിച്ചെടുക്കുകയാണ്. വിനീഗർ കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ക്ലീനിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ആ ടവലുകളൊക്കെ ഇല്ലേ, അതിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് മുക്കി വയ്ക്കും കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കും, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഈ ഒരു വെള്ളം അങ്ങോട്ട് കളയും കേട്ടോ. ഇപ്പം അതിൽ ആ സോപ്പ് കാണുന്നത് ഞാൻ ഒഴിച്ചതല്ല, ആ ടവലുമ്മ ഉണ്ടായിരുന്ന സോപ്പാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്ത ആ സോപ്പ് ആ ടവലുമ്മ ഉണ്ടായില്ലേ, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം
ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമില്ലേ, എന്താ പറയുക, നമ്മളിങ്ങനെ വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്തിട്ട് ഈ ടവലുകളൊക്കെ അതിലൊന്ന് 10-15 മിനിറ്റ് ഒന്ന് മുക്കി വെക്കല. ഈ ടവല് തിരിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമില്ലേ, സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കും. അപ്പോൾ അതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ഈ ടവൽസൊക്കെ കഴുകിയെടുത്ത് ഉണക്കിയെടുക്കല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തില്ലെങ്കിൽ എന്താ അറിയോ, സാധാരണ നമുക്ക് പിന്നെ അടുത്ത തവണ ക്ലീനിങ്ങിന് എടുക്കില്ലേ, അപ്പോൾ നമുക്ക് തന്നെ ഒരു വൃത്തി തോന്നില്ല. അതാ, അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് തന്നെ കാണുമ്പോൾ എല്ലാം പുതിയതുപോലെ ഇരിക്കണമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടവലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് മടക്കിയെടുത്ത് വെക്കല. ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് മടക്കിയെടുത്ത് മാറ്റി വെക്കും. അതുപോലെ തന്നെ കിച്ചൻ്റെ ഫ്ലോറ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തതിന് ശേഷം എന്നിട്ടൊരു സ്പ്രേ മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കല. ചില സമയത്ത് ഞാൻ ഈ കിച്ചൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കഴിയില്ലേ, അതൊക്കെ ചെയ്യൂട്ടാ. പക്ഷെ ഇന്നതൊന്നും ചെയ്യണില്ല, ഇന്ന് അത്ര ഇതില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുകണേ ഉള്ളൂ, തുടച്ചെടുക്കണതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബർണേഴ്സൊക്കെ തിരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കല. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഗ്രില്ലും വെച്ച് കൊടുക്കുക. അതൊക്കെ ഞാൻ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കല. ഇതുപോലെ തന്നെ ഞാൻ കത്തിയൊക്കെ വെക്കില്ലേ, ആ കത്തിയൊക്കെ വെക്കണ ആ ഒരു റാക്കും കൂടിയിട്ട് ഞാനൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതും കൂടിയിട്ടൊന്ന് തിരിച്ചെടുത്ത് വെക്കണതാ. പിന്നെ ഇതാ ചായപ്പൊടിയും പഞ്ചസാരയും അതുപോലെ തന്നെ കോഫിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു കണ്ടെയ്നറില്ലേ, അതും കൂടി ഒന്ന് തുടച്ചെടുക്കല. ഇതും ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ നന്നായിട്ട്, ഇതിലൊന്നും ഇല്ല കേട്ടാ, ഈ ഒരു ടവലില് സാധാരണ വെള്ളം മുക്കി പിഴിഞ്ഞിട്ടുള്ളതാ. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഒന്നും ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് അങ്ങനെ തുടച്ചെടുക്കുകയാണ്. ഈ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയിലിരിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഡെയിലി എടുക്കുമ്പോൾ ഉള്ള പാടുകളൊക്കെ അതിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞതാ. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഈ ഒരു സമയത്ത് തീർന്നിട്ടുള്ള സാധനങ്ങളില്ലേ, അതായത് നമ്മൾ ഡെയിലി എല്ലാം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തീർന്നിട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിട്ട് വയ്ക്കണ പാത്രങ്ങളിലൊക്കെ കണ്ടെയ്നേഴ്സ് അതിട്ട് വയ്ക്കണതിലൊക്കെ തീർന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കല. ഇതിപ്പോൾ അരിയും അരിയില്ലേ, നമ്മുടെ ദോശക്ക് ഇഡ്ലിക്കൊക്കെ എടുക്കണ അരിയും ഉഴുന്നും എല്ലാം ഒന്ന് നിറച്ചിട്ട് വെക്കല. അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ ഒരു അടുപ്പും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അത് നല്ല ഉപയോഗമാണ് കേട്ടോ, നമുക്ക് അതിൽ അളന്നെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ ആട്ടയില്ലേ, ആട്ടപ്പൊടിയില്ലേ, അതും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്യല, അതും കൂടി ഒന്ന് റീസ്റ്റോക്ക് ചെയ്യല. അപ്പോൾ ഇതിനിടയ്ക്ക് കണ്ട എൻ്റെ ഹസ്ബൻഡ് പുറത്തെല്ലാം പോയിട്ട് വന്നപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലേ, സാധാരണ എപ്പോഴൊന്നും വാങ്ങിക്കലൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വയലറ്റ് കളറിലുള്ള ഒരു പൂവ് ഇങ്ങനത്തെ. അപ്പോൾ അതിനിപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇട്ട് വെക്കല. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എപ്പോഴൊന്നും വാങ്ങിക്കലൊന്നുമില്ല, വല്ലപ്പോഴും എല്ലാം അങ്ങനെ വാങ്ങിക്കലുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ വാങ്ങിച്ചതാണ്. നിങ്ങളുടെ അടുത്ത് വീട്ടിലൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള സാധാരണ ഫ്ലവേഴ്സ് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ ഇട്ട് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത്.
പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതാ ലോണ്ട്രി ക്യാപ്സ്യൂൾസ് ആണ് കേട്ടോ. ഇത് ലോണ്ട്രി പോട്ട്സ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് റീഫിൽ ചെയ്തതാ. അപ്പോൾ ഇതാ കിച്ചണെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സമാധാനം, എനിക്കൊരു സമാധാനമാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടി കഴിയുമ്പോൾ അതുവരെ ഒരു നമ്മൾ തന്നെ ഇത് വെള്ള ടൈൽസ് എല്ലാം ആയതുകൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ വെള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പൊടിയായി തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.